എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഇരുന്ന ആളാണ് ഇപ്പോൾ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. ഞാൻ അദ്ദേഹത്തെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ച ആളാണ്. എൻ്റെ കൂടെ ഞാൻ മന്ത്രിയായിരുന്ന കാലത്തെല്ലാം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് കയറി വിജയ് കുര്യൻ എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അദ്ദേഹം വിജയ് കുര്യനെയും മറ്റു പാർട്ടിക്കാരെയും ഭരിക്കുന്ന പാർട്ടിക്കാരെയും എല്ലാം ഒരുപോലെ കണ്ടത്. കുടുംബം എന്ന് പറഞ്ഞാൽ എന്നോട് ഫേവറിസം, എനിക്ക് എന്നോട് വിധേയത്വമല്ലേ? അപ്പോൾ ഭരിക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവരോട് വിധേയത്വം കാണിക്കുകയാണ്. ജനങ്ങളെ രണ്ടായി തിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് വളരെ തെറ്റും വികലവുമായ കാഴ്ചപ്പാടാണ്. മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത് ഈ ദിവ്യാസിയർക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഒരു ആൺമേൽക്കോയ്മയിൽ നിന്നുണ്ടാകുന്ന അല്ലല്ല, അതിപ്പം ഞാനത് പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അവരുടെ അഭിപ്രായത്തെക്കുറിച്ച് അനുകൂലിച്ച് പറയാനും പ്രതികൂലിച്ച് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞു, അത് മുഖ്യമന്ത്രി കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയുന്നത്, അതിനോട് എല്ലാവരും യോജിക്കണമെന്നില്ല. പക്ഷേ ശ്രീമതി ദിവ്യ അയ്യർ അത് കാണണമായിരുന്നു. അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക് ഡൊമൈനിൽ കണ്ടപ്പോൾ അതിന്മേൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് കരുതി അതിനോട് അത്തരത്തിൽ പ്രതികരിക്കണമായിരുന്നു. ഞാനിപ്പോൾ അവരുടെ ഇന്നലത്തെ പ്രതികരണമാണ് എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. അതെൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ നേതാക്കന്മാരെ ജനങ്ങളെ രണ്ടായി അവർ തിരിച്ചു കളഞ്ഞു. അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ ഒരു വശത്ത് മാത്രം നന്മ കാണുക, നന്മ അങ്ങനെ ഉണ്ടല്ലോ, നന്മ കണ്ട് സെലക്റ്റീവ് നന്മ കാണുക, അതൊക്കെ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു പബ്ലിസിറ്റി മാനിയ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് അവർക്ക് ഈ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് വലിയ അബദ്ധങ്ങളാണ്. ഇപ്പോൾ അവർ ഒരു ഉദ്യോഗസ്ഥ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരാളായിട്ട് മുദ്രകുത്തപ്പെട്ടു. പക്ഷേ ഗവൺമെൻറ് മാറും, ഉദ്യോഗസ്ഥന്മാർ തുടരുകയാണെന്ന് അവർ ഓർക്കണം. ഉദ്യോഗസ്ഥന്മാർ സംയമനം പാലിക്കണം, അതിൽ വിടാൻ പാടില്ല. മറ്റൊരു കാര്യം, ഞാനത് ഇന്നലെ ഇത് പത്രം കണ്ടുകൊണ്ട് ഞാനിത് നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ്. വിഴിഞ്ഞത്തെ ഒരു ഉദ്ഘാടനം നടന്നല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പ്രിപ്പയർ ചെയ്ത സ്വാഗത പ്രസംഗം ഈ ശ്രീമതി ദിവ്യ അയ്യർ പറഞ്ഞു. ആ സ്വാഗത പ്രസംഗത്തിൽ അവർ ഒരു വാചകം ചേർത്തു. ഒരു ഉദ്യോഗസ്ഥയ്ക്കൊരു ലക്ഷ്മണരേഖയുണ്ട്, പൊളിറ്റിക്സിലേക്ക് കടക്കാൻ പാടില്ല. ആ ലക്ഷ്മണരേഖ കടന്നിട്ട് അവർ പറഞ്ഞു, കേരളത്തിൽ വൻകിട പദ്ധതികളെല്ലാം കടലാസിൽ ആയിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ വൻകിട പദ്ധതി പിണറായി വിജയൻ കൊണ്ടുവന്നു. പിണറായി വിജയൻ വൻകിട പദ്ധതി കൊണ്ടുവന്നു, അതിൽ വിഴിഞ്ഞം, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പിണറായി വിജയനെ സ്വാഗത പ്രസംഗത്തിൽ പുകഴ്ത്തി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ മുൻ മുഖ്യമന്ത്രിമാരെയും ഗവൺമെൻറ്റുകളെയും ഇകഴ്ത്തുന്ന തരത്തിൽ ആ വാചകം വന്നു. അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി. ഇപ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ പിന്നെ കൊച്ചിൻ മെട്രോ കൊണ്ടുവന്ന ആരാ, കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്ന ആരാ, അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ട് കൊണ്ടുവന്നതും ഒക്കെ പഴയ ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ അവർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഴയ ഗവൺമെൻറ്റുകളെ പറയുമ്പോൾ അവർ ജാഗ്രത പാലിക്കണം. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ജാഗ്രത കുറവ്, അല്ലെങ്കിൽ അവർക്ക് അറിവുണ്ട്, തിരിച്ചറിവ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് പബ്ലിസിറ്റി മാനിയ, ഇതിലേതെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് സംശയമില്ല.